വാഴപ്പിണ്ടി മുതിരയിട്ട് വെക്കാൻ നല്ലതാ. ഇട്ട് വെക്ക്, മുതിരയിട്ട് വെക്ക്. മുതിരയും കുതിരയൊന്നും ഇവിടെ ഇല്ലേ? മുതിരയല്ലേ, വൻപയറിട്ട് വെച്ചാലും മതി. അതുമില്ല. അപ്പൊ ഈ വീട്ടിൽ എന്തെങ്കിലും ഇല്ല എന്നുള്ളതൊക്കെ നോക്കി നിനക്ക് ചെയ്തുകൂടായിരുന്നു? എന്തൊക്കെ ഇല്ല എന്നുള്ളത് അമ്മക്ക് ഇത് കൊണ്ടുവരുമ്പോ എന്നാ പിന്നെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചുകൂടായിരുന്നാ അവിടെ എന്നാ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടോന്ന്? നമ്മൾ അതെല്ലാം വെച്ചിട്ട് എത്ര കാലമായി എൻ്റെ അമ്മേ. സാധാരണ തേങ്ങ ഇട്ടിട്ട് വെച്ചാൽ മതിയാ. അങ്ങനെ ചെയ്താലും മതി. അതെ, നമ്മുടെ ആ കാന്താരിയും കൂടെ പറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒതുക്കി വെച്ച് പൊത്തി വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ കുഴിച്ച് വെക്കാമെങ്കിൽ നല്ല. അങ്ങനെ ചെയ്ത് തന്നു. എന്നാ പിന്നെ അമ്മ പോയിട്ട് കാന്താരി മുളക് പറിച്ചിട്ട് പോവാ. ഞാനോ? പറിച്ചിട്ട് വരുമ്പോ ഒരു തേങ്ങയും അങ്ങോട്ട് ഉരിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ എടുക്കും. എനിക്കൊന്നും കഴിയില്ല. നീ വേണമെങ്കിൽ പോയി എടുത്തിട്ട് വാ. നീ പോയി പറിക്കുക, എനിക്ക് വയ്യടി. എൻ്റെ അമ്മ ഇവിടുന്ന് അവിടെ വരെ നടക്കാൻ നമുക്ക് കഴിയില്ല. കഷ്ടമുണ്ട്. എൻ്റെ കാലിന് വേദന ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്. ഇനി വയ്യാഞ്ഞിട്ടാ. അങ്ങനെയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കാലിന് വേദനയൊന്നുമില്ല. ഇതൊക്കെ കെട്ടിപ്പേറി കൊണ്ടുവരെ ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് 2 കാന്താരി മുളക് പറിച്ചെടുക്കാനും ഒരു തേങ്ങ ഉരിച്ചു തരുമ്പോഴേക്ക് കാലിന് വേദനയും കൈവേദനയല്ല ആയിപ്പോയി അല്ലേ? ഒന്നാമത് എനിക്കിത് അരിയാൻ തന്നെ അറിയുന്നില്ല. പിന്നെ പോട്ടെ, കെട്ടി കൊണ്ടുവന്നതല്ലേ, വെച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റത്. അത് ശ്രദ്ധിച്ചേ, ആ ചീത്തയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു തരും. എനിക്ക് പണ്ടേ ഞാനിതൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നീ കുത്തിയരിയുന്ന പോലെ ഒന്നും അല്ല ഇതൊന്നും അരിയേണ്ടത്. ഇങ്ങനെ ചുറ്റി 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 അപ്പം നമുക്ക് ആ നൂലെല്ലാം കൂടെ നമ്മുടെ ഈ വിരലേ കിട്ടും. നൂലോ? എടീ, ഇതിനകത്തൊരു നൂലുണ്ടെന്ന്. എന്ത് നൂല്? ഇത് കണ്ടോ? ഞങ്ങൾ മുമ്മൂലെന്നാ പറയുന്നത്. ഇത് കഴിച്ചാൽ എന്നാ പ്രത്യേകത? എന്നാ ഇത്? എടി, സഞ്ജു പറഞ്ഞു ഇത് കഴിച്ചാൽ വളരെയധികം ഹെൽത്തിയാണ്, ഡിസോപ്രഷനോ ഏതാണ്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവൻ പറഞ്ഞു തന്നു. ഡിപ്രഷനാ? ഇംഗ്ലീഷൊക്കെ അവൻ പറഞ്ഞു. അതൊക്കെ ശരീരത്തിൽ ഗുണമുള്ളതാണെന്നാ പറഞ്ഞത്. അത് എപ്പോഴും പിണ്ട് തിന്നുന്ന നല്ലതാണ്. ഇത് കഴിച്ചാൽ ഡിപ്രഷൻ വരുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ മന്ദക്കനായിട്ട് ഇങ്ങനെ ഇരിക്കും, ടെൻഷൻ അടിച്ചിട്ട്. അതാന്ന് തോന്നുന്നു. എടി, എനിക്ക് വയറ്റിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രയാസമുണ്ടേ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മൂന്നങ്ങ് ഇളകി പോകും. ഇതിയും കൂടി ഒരു ഉറവേ ഉള്ളൂ. ജ്യൂസ് അടിച്ച് കഴിക്കാനൊക്കെ നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ടേ ഈ പിണ്ടി ജ്യൂസ് അടിച്ച് എനിക്ക് തരണം കേട്ടാ. പുഷ്പേ, ഇതെനിക്ക് ജ്യൂസ് അടിച്ച് തരണം. കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയാലോ? ബിരിയാണി ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഈ പിണ്ടി ഇപ്പം എനിക്ക് ശരിയാക്കി കിട്ടിയാൽ മതി. അമ്മ ഇത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അമ്മേ പോയിട്ട് വരുമ്പോൾ? ഞാനേ കുറച്ച് ഏത്തക്ക അവനെടുത്ത് വെച്ചിരുന്നു. ഞാനത് മറന്നു പോയി വെച്ചെടുത്തോണ്ട് വരാൻ. അതെന്താ? ഞാൻ മറന്നുപോയി. ഇപ്പം മനുഷ്യനും മറവി ഉണ്ടാവാൻ പാടില്ലേ? മറന്നതല്ല അത്. പിന്നെ അമ്മക്കറിയാം, ഏത്തൊക്കെ കൊണ്ടുവന്ന ഇവിടെ പിള്ളേരും ഞാനും പ്രകാശേട്ടനൊക്കെ കഴിക്കും. ഇത് അമ്മ മാത്രമേ കഴിക്കുള്ളൂ എന്നും അമ്മക്കറിയാം. അമ്മക്കും സഞ്ജുവിനും ഇഷ്ടം തോന്നുന്നു. എന്ത് കഷ്ടമായി ഈ പെങ്കൊച്ചു പറയുന്നത് നോക്കിയേ. ഞാൻ അതുകൊണ്ട് ഇവിടേക്ക് ഒന്നും വാങ്ങിക്കൊണ്ട് വരാറില്ലേ? ഇല്ലേ? എപ്പോഴാ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്? ഞാൻ വെളിയിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൈ കിട്ടുന്നതൊക്കെ ഞാൻ മേടിച്ച് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഇവിടെ അവരവരെ അലമാരയിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് ഒറ്റ റൂം അടച്ചിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ടാവും. നമുക്കൊക്കെ എപ്പാ നിങ്ങൾ തന്നിട്ടുള്ളത്? ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിള്ളേരുള്ളതുകൊണ്ട് ഇതൊന്നും വിളിച്ച് പറയാത്തത്. ഇന്നാളെ ഒരു ദിവസം നിങ്ങൾ അലമാരയിൽ ഒറ്റക്ക് പൂട്ടി തിന്നത് ഞാൻ കണ്ടതാ കേട്ടോ. ചെയ്തില്ലേ? സത്യം പറഞ്ഞാൽ ചെയ്തില്ലേ? ഒരു വീട്ടിൽ ആരെങ്കിലും അങ്ങനത്തെ പണി ചെയ്യോ? ഞാൻ എന്തുകൊണ്ടാണ് മിണ്ടാഞ്ഞെന്നറിയാം. ഇവിടെ അങ്ങനത്തെ അല്ല, നാട്ടുകാർ അറിഞ്ഞാൽ തന്നെ മോശം. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മോനെ പലതും സഞ്ചിക്കകത്ത് വാങ്ങി ഈ അടുക്കളയിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ബെഡ്റൂമിൽ ഇരുന്നിട്ടൊന്നും അങ്ങനെ സ്വകാര്യമായിട്ട് ഒന്നും നമ്മൾ കഴിക്കാറില്ല. ഞാൻ ആ പഠിപ്പ് പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് കൂടുതൽ നിങ്ങൾക്ക് തന്നിട്ട് തന്നെ തിന്നിട്ടുള്ളൂ ഇതുവരെ. അയ്യോ, എനിക്ക് തന്നിട്ട് തിന്നുന്ന പാർട്ടി. അയ്യോ, എന്നെ കാണുമ്പോൾ ഒളിച്ചു വെച്ചോണ്ട് തിന്നുന്ന ഞാൻ പലവട്ടം ചെയ്തിട്ട് കുറ്റം ഇപ്പം എൻ്റെ തലയിലിടുന്നത്. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞാനത് കണ്ടതാ. ഒരു പ്രാവശ്യം ഒന്നല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. കേസ് കൊടുക്ക്. ഓ, ഏതുവരെ എൻ്റെ നേരെ മെക്കിട്ട് കയറാൻ തന്നെ വന്നിരിക്കുക. അരി വെച്ച് വാടുന്നോ? ആ ഗ്യാസുകാരൻ വന്നപ്പം ഗ്യാസിന് പൈസ എടുത്ത് കൊടുത്തോ നിന്റെ കയ്യിൽ നിന്ന് നിൽക്കുന്നത്? അതോ ഇനി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വേണോ? അതും ചോദിച്ചത് കേട്ടില്ലേ? ഗ്യാസ് നിങ്ങളെ മോനെ എൻ്റെ അടുത്ത് കെട്ടിക്ക വെച്ച് തന്നിന് ഗ്യാസിൻ്റെ അടുത്ത് കൊടുക്കാൻ. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാ പൈസ തരുന്നത് ഗ്യാസിന്. അതിനെന്താ? ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവനും മുക്കാഭാഗം നിങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. എൻ്റെ പിള്ളേർക്ക് എനിക്ക് കിട്ടിയാലേ. കൊള്ളല്ലോ നീ. ഞാൻ തിന്നുന്നതിന് നിനക്ക് കണക്ക് കുറച്ചില്ല. ഇതൊന്നും അവൻ കേൾക്കുന്നില്ലല്ലോ ദൈവമേ. കേട്ടാ എന്നെ മൂക്കിൽ വലിക്കും. ഇത് കറിയാമേ?
എന്റെ സമ്മതം തെറ്റോ എനിക്ക് കേട്ടോ. എന്റെ മേത്തത്ത് ഇത് വെച്ച് കറിഞ്ഞത് കറയായത്. അയ്യോ എന്ത് പെമ്പർന്നോത്തിയായത്.